കൊടുക്കാം. ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത് എന്ത് പറ്റി പിന്നെ ചേച്ചി, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങളെല്ലാം സുഖമായിരിക്കുന്നു കേട്ടോ. ഞാൻ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ നാട്ടിൽ പോകുന്ന കാര്യം. അപ്പോൾ അതിനുശേഷം പിന്നെ അച്ഛനെ കൊണ്ട് ഞാൻ ദുബായിലോട്ട് വന്നു. അച്ഛൻ ഇന്നലെയാണ് തിരിച്ചു പോയത്. അപ്പോൾ പിന്നെ ഞാൻ പഴയ റുട്ടീനിലോട്ട് കടന്നു, വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതായത് ചേമ്പ് കൊണ്ടുള്ള മോരുകറി. പലതരത്തിലും മോരുകറി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേമ്പിന് മോരുകറി ഇല്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. വളരെ രുചികരമായ മോരുകറിയാണത്. അതുപോലെ തന്നെ നമ്മുടെ ദിവാളി റെസിപ്പീസ് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദിവാളിക്ക് മുമ്പായിട്ട് എന്തെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ചേമ്പ് പുളിശ്ശേരി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ചേമ്പ് വെച്ചിട്ട് എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള നാടൻ മോരുകറി തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടിച്ചേമ്പാണ്. ഇതിന് കണ്ടിച്ചേമ്പ് എന്ന് നമ്മുടെ നാട്ടിൽ പറയാം. വേറെ എന്താ പേരെന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇത് അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും, ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. ചില ചേമ്പ് നമ്മൾ മുറിക്കുന്ന സമയത്ത് തന്നെ, ഇതിന്റെ തൊലിയൊക്കെ കളയുന്ന സമയത്ത് തന്നെ കൈ ചൊറിയാൻ തുടങ്ങും. അങ്ങനെയുള്ള ചേമ്പാണെങ്കിൽ സൂക്ഷിക്കണം. അത് കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടയൊക്കെ ചൊറിയും കേട്ടോ. അതുകൊണ്ട് ചൊറിച്ചിലില്ലാത്ത ചേമ്പ് വേണം ഉപയോഗിക്കാൻ. 5 ചെറിയ ചേമ്പാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കൊണ്ടുവരാം. ഓക്കെ, മീഡിയം പീസസ് ആയിട്ട് മുറുക്കി അത് ഇട്ട് കൊടുക്കുക ഒരു കടായിലോട്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മോരുകറി പ്രത്യേകിച്ച് ചേമ്പിന്റെ മോരുകറി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ചേമ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഒരുപാട് ചേമ്പ് ഉപയോഗിച്ച് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ മോരുകറി ആകെ കൊഴുത്തിരിക്കും. അത് നന്നായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇത്രയൊക്കെ കഷ്ണങ്ങൾ ഇട്ടാൽ മതിയാവും കേട്ടോ. നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണേക്കാളും കുറച്ചും കൂടി കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ അതിന് ശേഷം തുറന്ന് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. നമ്മുടെ ചേമ്പ് അവിടെ കുക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരു മിക്സിയുടെ ചെറിയ ബൗളിലോട്ട് ഞാൻ 5 ടേബിൾ സ്പൂൺ ഒട്ടും തന്നെ തണുപ്പില്ലാത്ത തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് ക്യൂമിൻ സീഡ്സ്, ഒരു പച്ചമുളക്, 2 കറിവേപ്പില ഇട്ടതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. കഷ്ണങ്ങൾ നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്ന് ഇത് വെച്ചിട്ടൊന്ന് മുറിച്ച് നോക്കുക. കണ്ടോ? അപ്പോൾ അതേ നോക്കിക്കേ, നന്നായിട്ട് കുക്കായിട്ട് ഓവറായിട്ട് അങ്ങ് വെന്തുടഞ്ഞ് പോകാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലോട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൽ മോരുകറിയിലൊക്കെ നന്നായിട്ട് അരയാൻ ശ്രദ്ധിക്കണേ. തേങ്ങ നന്നായിട്ട് അരഞ്ഞു ഉറപ്പ് വരുത്തണേ. നമ്മൾ തേങ്ങ ചേർത്തതിന് ശേഷം ഈ തേങ്ങയുടെ കൂട്ടിന്റെ പച്ചമണം മാറിയെന്ന് ഉറപ്പ് വരുന്നത്. അതുകൊണ്ട് നമ്മളൊരു 5 മുതൽ ഒരു 7 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം ഞാനിവിടെ ഒരു 12 ടേബിൾ സ്പൂൺ തൈര് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 1 കിലോ തൈര്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കരുത്, നന്നായി അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഈ മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പുളിയുള്ള മോരാണെങ്കിൽ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് അൽമറായിന്റെ സോർക്കേഡ് ആണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നാടൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, അതും നല്ലതാണ്. ഇത് രണ്ടിലേതെങ്കിലും ആണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതിന്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഒരു 7 മിനിറ്റോളം ഇത് നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളുടെ മോര് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഉടനെ തന്നെ നമുക്ക് ഈ അടുപ്പ് മാറ്റി വെക്കാം. മോരൊഴിച്ചതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചൂടായിരിക്കുന്ന സമയത്ത് തന്നെ ഈ ചൂടുള്ള അടുപ്പിൽ നിന്ന് തണുപ്പുള്ള അടുപ്പിലോട്ട് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഈ മോരങ്ങ് പിരിഞ്ഞു പോകും. ഇപ്പം നിങ്ങൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ അടുപ്പിൽ തന്നെ വെക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതങ്ങ് പിരിഞ്ഞിരിക്കുന്നത് കാണാം. അതുകൊണ്ട് എപ്പോഴുമേ നമ്മൾ കുക്ക് ചെയ്ത അടുപ്പിൽ നിന്ന് ഈ മോരുകറി മാറ്റി വെക്കാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ ചെറുതായി ചൂടായിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. അടുപ്പ് മാറ്റി വെക്കാം. ഇനി നമ്മുടെ മോരുകറി കാച്ചാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത്, നാടൻ കറി ആയതുകൊണ്ട്. അപ്പം നിങ്ങളുടെ മോരുകറിയിൽ ഇത്രയും തിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഇതിപ്പം ഞാൻ ഇച്ചിരി കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ചേർത്തിരിക്കുന്നത് എന്താണ്, ചേമ്പായതുകൊണ്ട്. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട പിടിക്കാത്തതുകൊണ്ട് ഞാൻ 1/2 ഗ്ലാസ് നല്ല ചൂടുവെള്ളം മോരുകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ നിങ്ങൾക്ക് കട്ടിയുള്ള പുളിശ്ശേരിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇച്ചിരി ലൂസായിരിക്കുന്ന കറിയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളമായിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് അല്ലെങ്കിൽ ഉണ്ടമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ളു ഉലുവപ്പൊടി, അതുപോലെ തന്നെ ഒരു നുള്ള് മുളകിന്റെ പൊടി. അതൊരു കളർ കിട്ടാൻ വേണ്ടി ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെക്കാം. നമുക്ക് തുറക്കാം. ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കാം.
രുചി നോക്കാൻ മറക്കരുത്. ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ രുചി നോക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ, അപ്പോൾ ഉപ്പെല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ. പിന്നെ മോരിന്റെ പുളി അനുസരിച്ച് അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ മാറ്റം വരും. ഇപ്പോൾ ഈ രാവിലെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം ആണെങ്കിൽ ഗംഭീര ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമുക്ക് മാമ്പൊടി ആയിട്ട് ഒരു നുള്ളു പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. ഒരു നുള്ളു മാത്രം ഞാൻ ശർക്കരയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ സൂപ്പർ സിമ്പിൾ ആയിട്ടുള്ള ചേമ്പ് മോരുകറി അല്ലെങ്കിൽ ചേമ്പ് പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഞാൻ ഒന്നും കൂടെ ഒന്ന് രുചി നോക്കട്ടെ. ഇത് കഞ്ഞിയുടെ കൂടെ ഇതുണ്ടെങ്കിൽ മാത്രം മതി, വേറെ ഒരു കറിയും വേണ്ട. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുണ്ട്, എല്ലാം പാകത്തിനുണ്ട്. അപ്പൊ നിങ്ങൾ പുളിയുള്ള മോര് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തലേദിവസം തന്നെ പുറത്തെടുത്ത് വെച്ചാൽ മതി, മോരിന് പുളി വന്നോളും. ഒന്നും അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം 2 ദിവസം കഴിയുമ്പോഴും ഈ മോരുകറി പുളിയായിട്ട് വന്നോളൂ കേട്ടോ. അപ്പൊ മോരുകറിയൊക്കെ ഇരിക്കുന്നതോറാണ് അതിന്റെ ടേസ്റ്റ് കൂടുക. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്